ഇത് പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിന് മുൻവശമാണ്. അപ്പം ഞാനിവിടെ കഴിഞ്ഞ ദിവസമൊക്കെ 1-2 പേരെന്നെ വിളിച്ചു പറഞ്ഞു, 1-2 ബസ്സുകൾ 8 മണിക്ക് ശേഷം 8:15 വരുന്ന 2-3 ബസ്സുകൾ നേരെ വൺ വേ തെറ്റിച്ച് നേരെ തന്നെ അവർ പോകുന്നെന്ന് പറഞ്ഞ് അതിനുവേണ്ടിയാണ് ഞാനിവിടെ നിന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം പുതുപ്പള്ളി വൺ വേ തെറ്റിച്ച് വന്ന ബസ് ആക്സിഡൻ്റ് ആയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് ബസ്സിന് എതിരായിട്ടൊക്കെ കമൻറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇന്ന് ആ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തോടെ തന്നെയാണ് കയറിപ്പോയത്. ഇന്ന് സ്കൂൾ തുറക്കുകയാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിന്നത്. അതുപോലെ ഒരു പുതുപ്പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് എന്തിനാണ് വേറെ ഒരു ബസ് സ്റ്റോപ്പ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ ബസ് ഇവിടെ ഇത്രയും തിരക്കുള്ള സമയത്ത് ഈ ബസ് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റിന് മുകളിലായി. ഒരു KSRTC ആണ്, അതവരവിടെ ഇട്ടുകൊണ്ട് കിടക്കുകയാണ്. ഈ വണ്ട വാഹനങ്ങൾ മുഴുവൻ പുതുപ്പള്ളി കവല വരെ കുലുങ്ങിയിരിക്കുകയാണ്. രാവിലെ നിങ്ങൾക്കറിയാം സ്കൂൾ തുറക്കുന്ന സമയമാണ്. അപ്പോൾ അത് ഒരുപാട് വാഹനങ്ങളുമായിട്ട് ഇന്ന് നേരത്തിൽ ആൾക്കാർ ഇറങ്ങുന്ന ദിവസവുമാണ്. ഉണ്ടോ ഇവിടെ. അതുപോലെ തന്നെ ഡോൺ ബോസ്കോയുടെ അങ്ങോട്ട് കയറുന്നിടത്ത് അവിടെ ഒരു ട്രാഫിക് പോലീസുകാരനെ ഇന്ന് ഇട്ടിട്ടുണ്ട്. എങ്കിലും അവിടെയും കുരുക്കുണ്ട്. കവല മുഴുവൻ രാവിലെ എന്തുമാത്രം ആൾക്കാർക്ക് കോട്ടയത്തിന് പോകേണ്ടതാണ്. ഉണ്ട് ആ ബസ് നിങ്ങൾക്ക് കാണാം. ആ ബസ് ഇത്രയും നേരം അവിടെ ഇട്ടുകൊണ്ട് കിടക്കുകയാണ്. ആ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് കയറുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാകത്തില്ല. അവർക്ക് എത്ര നേരം വേണമെങ്കിലും അതിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാമല്ലോ. ഈ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ എന്തിനാണ് ഈ ബസ് സ്റ്റോപ്പ് എന്നാണ് ചോദിക്കുന്നത്. അവർക്കകത്ത് കയറ്റി വാഹനം ഇടുകയാണെങ്കിൽ ഈ വാഹനക്കുരുക്ക് ഉണ്ടാകുമോ? തൊട്ടടുത്ത് തന്നെ 3 ബസ് സ്റ്റോപ്പാണ്. കവലയിലെ ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡിന് മുന്നിലൊരു ബസ് സ്റ്റോപ്പ്, നിലക്കപ്പള്ളിയുടെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ്. ഇതെല്ലാം കൂടെ ഒരു 500 മീറ്ററിനുള്ളിലാണ് ഈ 3 ബസ് സ്റ്റോപ്പ് ഉള്ളത്. ഇപ്പം സമയം 8:15 ആയതേ ഉള്ളൂ. ആ സമയത്തെ കുരുക്കാണിത്.